ലോകത്തിന് മുന്നിൽ കോമാളിയാകുകയാണ് ട്രംപ്. അതായത് സ്വന്തം നാണക്കേട് മറയ്ക്കാൻ പാക്കിന്റെ തലയിൽ കെട്ടിവെച്ച് തന്ത്രം ആർക്കും മനസ്സിലായില്ല എന്നാണ് ട്രംപ് കരുതുന്നത്. ട്രംപിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇറാന്റെ മുന്നിൽ. പരാജയത്തോട് പരാജയമാണ്. അമേരിക്ക വല്ലാണ്ട് ആശങ്കയിലാണ്. നോക്കിക്കേ ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കോമാളിയായിട്ട് ഒരു പ്രസിഡന്റ്, ഒരു നേതാവ് മാറുകയാണ്. ഇറാന്റെ ശേഷിക്ക് മുന്നിൽ തീർത്തും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വഞ്ചനയുടെ രാജകുമാരനാണ്, പ്രസ്താവനകളുടെ രാജകുമാരനാണ്, അല്ലെങ്കിൽ ദ മാനിപ്പുലേറ്റിംഗ് കിങ് എന്ന് ട്രംപിനെ വിശേഷിപ്പിക്കും. അത്രയേറെ കിടന്ന് ശ്രമിച്ചിട്ടും ഇറാനെ തകർക്കാനോ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കാനോ കഴിയുന്നില്ല. ഇറാന്റെ പോർമുനയ്ക്ക് മുന്നിൽ അടിപതറുന്ന രീതിയിലാണ് ട്രംപ് ഇന്ന് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവായി കിട്ടണം. പണ്ട് നമുക്കറിയാം, യുദ്ധം തുടങ്ങിയ സമയത്ത് അവരുടെ എണ്ണപ്പാടങ്ങൾ മോഹിച്ചുകൊണ്ടായിരുന്നു ട്രംപ് വന്നത്. പക്ഷെ ഇപ്പോൾ ട്രംപിന് ആ മോഹങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഈ യുദ്ധം തീർന്നാൽ മതി എന്ന ഘട്ടത്തിലേക്ക് ട്രംപ് തീരുമാനങ്ങൾ മാറ്റുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ പ്രസ്താവനകളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, ഇനി ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല, ഞങ്ങൾ മുട്ടുമടക്കേണ്ടി വന്നു എന്ന അവസ്ഥ വരുമ്പോൾ ട്രംപ് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ വെളിവില്ലാതെ വിളിച്ചു പറയും. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ യുദ്ധം തുടങ്ങുകയാണെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നു. പക്ഷെ ഇറാന്റെ പ്രഹരശേഷിക്ക് മുന്നിൽ ഈ ട്രംപിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ വെടിനിർത്തലിലേക്ക് പോയി. വീണ്ടും ഞങ്ങൾ എല്ലാം സജ്ജമാണെന്നും പറഞ്ഞു വന്നു. വീണ്ടും നോക്കിയപ്പോഴത്തേക്കും ഇറാൻ അതിലും അത്യുഗ്രമായിട്ടുള്ള മിസൈലുകളും അതുപോലെ തന്നെ ബോംബുകളും ഡ്രോണുകളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഞെട്ടി അവരുടെ അയൺ ഡോം ഒക്കെ പൊട്ടിത്തെറിച്ച് പൊടിഞ്ഞു പോയപ്പോൾ വീണ്ടും ട്രംപ് ഞങ്ങൾക്ക് ഇനി ഒരു വെടിനിർത്തൽ അവധി വേണം എന്ന് പറഞ്ഞ് രംഗത്തെത്തി. അങ്ങനെ അവധിയെടുത്തും രംഗത്തെത്തിയും ഇരിക്കുമ്പോഴും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രഹരം ഇറാന്റെ മേൽ നടത്താൻ സാധിച്ചില്ല. അവിടെ മുട്ടുമടക്കുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഈ എണ്ണപ്പാടങ്ങൾ എന്ന മോഹങ്ങളൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ ഹോർമുസ് കടലിടുക്ക് നിർണായകമായിരിക്കുകയാണ്. ഇപ്പൊ ഹോർമുസ് കടലിടുക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇറാനെ ഞങ്ങൾ ബോംബിട്ട് വിഴുങ്ങും എന്ന് പറഞ്ഞ അമേരിക്ക നിമിഷ നേരം കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഒരു പാക്കിന്റെ തലയിലേക്ക് ഇടുന്നതും പാകിസ്ഥാനാണ് അഭ്യർത്ഥിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വെടിനിർത്തൽ നടത്തുകയാണെന്ന്. സത്യത്തിൽ അവിടെ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. പാക് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതാവല്ല ട്രംപ് എന്നും അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപിന് അവിടെ മുട്ടുമടക്കിയേ പറ്റൂ. കാരണം അവിടെ ട്രംപ് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നില്ല. അവരുടെ സൈന്യങ്ങൾ കുറയുന്നു, അവരുടെ ഉപരോധങ്ങൾ കുറയുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് മാറുമ്പോൾ ഇനി എങ്ങനെ ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാം എന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. എന്തായാലും ഒരു ജനത അവരുടെ സർവ്വധൈര്യവും എടുത്ത് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ നീചന്മാർക്ക് തല കുനിക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ ട്രംപിനെ വിശേഷിപ്പിക്കേണ്ടതും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളും. എന്തായാലും നാണം കെട്ട് നാറിയ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് വേണം പറയാൻ. സ്വന്തം ജനത്തെ പോലും വകവയ്ക്കാതെ വഞ്ചിക്കുന്നു. എന്തായാലും ബോംബുകൾ പൊട്ടിച്ച് ഒരു രാജ്യത്തെ തകർക്കാമെന്ന് വെല്ലുവിളിച്ച് രംഗത്തിറങ്ങിയിട്ട് പതിവ് പോലെ തന്നെ ഈ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് പ്രസ്താവനകളാണ് ട്രംപ് ഇറക്കുന്നത്. മാത്രമല്ല പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരികയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു. ലോകം മുഴുവൻ ഈ പറയുന്ന ഏപ്രിൽ 22 എന്ന് പറയുന്നത് നോക്കിക്കാണുകയായിരുന്നു. പശ്ചിമേഷ്യ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ട്രംപ് വന്നിട്ട് പറഞ്ഞത്, ഇനിയിപ്പം യുദ്ധങ്ങളൊന്നും നടത്താൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടെ യുദ്ധം തൽക്കാലം നീട്ടിവെച്ചിരിക്കുന്നു, അവിടെ വെടിനിർത്തൽ കരാർ ഒന്നുകൂടി നീട്ടിവെച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നത്. എന്തായാലും ട്രംപിന് അവിടെ ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആകില്ല എന്നത് ഇതിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഫെബ്രുവരി 28 തുടങ്ങിയ ഈ അമേരിക്കൻ ഇസ്രായേൽ ഇറാൻ ആക്രമണം എന്ന് പറയുന്നത് ഇവിടെ എത്തി നിൽക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇറാന് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു യുദ്ധം കൊണ്ടിട്ട് അമേരിക്കയ്ക്ക് മധുരിച്ചിട്ട് ഇറക്കാനും കയ്പിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ട്രംപിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു വെളിവ് പോലും ഇപ്പൊ ഇല്ല. വളരെ നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു ഏപ്രിൽ 22. അതുപോലും ട്രംപ് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് പാക്കിന്റെ തലയിലിട്ട് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മാറുന്ന ട്രംപിനെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും
ഒരു രാജ്യം അതിന്റെ പരമാധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് ട്രംപ് തന്നെയാണ്. കാരണം ഒരു രാജ്യത്തെ അത്ര പെട്ടെന്ന് തകർക്കാം എന്ന് കരുതി ട്രംപ് ചെന്നെയാണ്. കാരണം എന്താണ്, ഇതിനു മുമ്പ് വെനസ്വല എന്ന രാജ്യം പിടിച്ചെടുത്തു. അപ്പോൾ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്തപ്പം അതേ പാത പിന്തുടർന്ന് ഇറാനിലേക്ക് ചെല്ലാം എന്ന് കരുതി. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധം കണ്ടും കൊണ്ടും കേട്ടും വളർന്നൊരു രാജ്യമാണ്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും ഈ യുദ്ധത്തെ പറ്റി അറിയാം. അതുകൊണ്ട് അവിടുത്തെ ഈ സൈനികർ മാത്രമല്ല ഈ യുദ്ധത്തിന് ഒറ്റക്കെട്ടായിട്ട് കാണുന്നത്. അവിടുത്തെ ജനത മൊത്തത്തിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ആ രാജ്യത്ത് ചില ഭരണവിരുദ്ധ വികാരങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഒരു രാജ്യത്തെ തകർക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ തകർക്കുന്ന സമയത്ത് ആ രാജ്യം ഒറ്റക്കെട്ടായിട്ട് രംഗത്തെത്തുകയാണ്. അത് തന്നെ മതി അവർക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ ആ ഒറ്റക്കെട്ടായിട്ട് ആ രാജ്യം നിൽക്കുമ്പോൾ അതിന് മുന്നിൽ അടിയറവ് പറയല്ലാതെ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം അവിടെ കപ്പലുകൾ നങ്കുരമിട്ട് നടന്നു, വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുണ്ട്, സൈനികരുണ്ട് എന്ന് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള സംഭവങ്ങളും ഈ പറയുന്ന അമേരിക്ക തൊടുത്തുവിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഭയമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ എയർബേസുകളിലേക്ക് വീണ്ടും ആക്രമണം നടത്തും. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് എന്തോരം നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആയുധങ്ങൾ മേടിക്കുന്ന ഫണ്ടിങ് ഇപ്പോൾ കുറഞ്ഞു. മാത്രമല്ല സാമ്പത്തിക അടിത്തട്ട് ഇളകിയിരിക്കുകയാണ്. ഇനി എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ള ആലോചനയിലാണ്. എന്തായാലും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഹോർമസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അവിടെ ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ 2 കപ്പൽ അവിടുന്ന് പിടിച്ചെടുത്തു. മാത്രമല്ല ഇറാന്റെ കപ്പൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകുന്നതും കാണാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഹോർമസ് ഇപ്പോഴും ആരുടെ കയ്യിലാണ് എന്നുള്ളത്. എന്തായാലും ഇനി ഇസ്രയേലിന്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇസ്രയേലിലേക്ക് വരുവാണെങ്കിൽ അവിടെ കരാറിനെ ചൊല്ലി യൂറോപ്യൻ യൂണിയൻ 2 തട്ടിൽ നിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ ഒരു കരാർ റദ്ദാക്കുന്നത് ഇസ്രയേലിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമുണ്ടാകും. അവരും പട്ടിണിയിലേക്ക് പോകും. അതായത് ഇസ്രയേലുമായിട്ടുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള വ്യാപാര സഹകരണ കരാർ തുടരണോ അതോ റദ്ദാക്കണോ എന്ന വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുള്ളിൽ ചേരിതിരിവ് ശക്തമാവുകയാണ്. ഇത് ശക്തമായിട്ട് ഒരു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലേക്ക് ഇസ്രയേലിനെ ബാധിക്കും. ഇപ്പോൾ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പെയിനും അയർലൻഡും സ്ലോവിയനും കരാർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഗസയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഈ വീണ്ടും ക്രൂരത അല്ലെങ്കിൽ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി കണ്ണിച്ചോരയില്ലാതെ വീണ്ടും ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് രാജ്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല ഇസ്രയേലുമായിട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറണം, ആ കരാർ റദ്ദാക്കണമെന്നാണ് ഈ പറയുന്ന സ്പെയിനും അയർലൻഡും സ്ലോവിയനും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ ഇസ്രായേലിന്റെ പതനം അടുത്തിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ മുൻനിർത്തി ജർമ്മനിയും ഇറ്റലിയും ഈ നീക്കത്തെ ശക്തമായിട്ട് തുടരുകയാണ്. നമുക്കറിയാം ഇറ്റലി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇനി ഈ ഒരു ഭിന്നത യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയത്തിലെ വിള്ളലുകൾ ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അസോസിയേഷൻ കരാർ എന്ന് പറയുന്നത്? അതായത് 2000-ൽ ഒപ്പുവെച്ച ഈ ഒരു കരാറാണ് ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ബന്ധത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായമാണ് ഇസ്രായേലിന് കിട്ടുന്നത്. ഇതുവഴി വലിയ തോതിലുള്ള വ്യാപാര ഇളവുകളും നികുതി ഇളവുകളും മാത്രമാണ് ഇസ്രായേലിന് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു കരാറിലെ ആർട്ടിക്കിൾ 2 പ്രകാരം ഇരുപക്ഷവും മനുഷ്യാവകാശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾ ഈ നിബന്ധനയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാദിക്കുന്നത്. ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ ഒരു കരാർ റദ്ദാക്കുന്നത് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് സ്പെയിനിന്റെയും അയർലൻഡിന്റെയും മനുഷ്യാവകാശ പോരാട്ടം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് സ്പെയിനും അയർലൻഡുമാണ്. ഗസയിലെ സാധാരണക്കാരുടെ മരണം കണ്ടില്ല എന്ന് നടിക്കാൻ യൂറോപ്പിന് ആകില്ല എന്നാണ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സഞ്ചാസ് പറയുന്നത്. മാത്രമല്ല വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റക്കാരുടെ അക്രമങ്ങൾ തടയാൻ ഇസ്രായേൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കരാർ റദ്ദാക്കുക എന്നതല്ലാതെ മറ്റു വഴികളില്ല എന്നിവർ വാദിക്കുന്നു. ഒരു വശത്ത് എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്ത് ജയിലിൽ പോകാതെ
പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മറുവശത്ത് ഈ കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് മേൽ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ അമേരിക്ക ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ കരാർ വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ യൂറോപ്പിന് ധാർമ്മിക അവകാശം ഉണ്ടാകണമെങ്കിൽ ഇസ്രായേലിനെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ പക്ഷം പറയുന്നത്. എന്തായാലും കവചമായിട്ട് ഇറ്റലിയും ജർമ്മനിയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന നീക്കത്തെ ഇറ്റലിയും ജർമ്മനിയും ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാലും ഇസ്രായേലുമായിട്ടുള്ള ആഴത്തിലുള്ള സുരക്ഷാ ബന്ധം കാരണവുമാണ് ജർമ്മനി ഈ നിലപാട് സ്വീകരിക്കുന്നത്. കരാർ റദ്ദാക്കുന്നത് ഇസ്രായേലിനെ ചർച്ചകളിൽ നിന്ന് അകറ്റുമെന്നും മേഖലയിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വാധീനം നൽകുമെന്നുമാണ് ജർമ്മനി ഭയപ്പെടുന്നത്. എന്തായാലും ഉപരോധങ്ങൾക്ക് പകരം ഇസ്രായേലുമായിട്ട് ചർച്ചകൾ തുടരുകയാണ് വേണ്ടത് എന്നാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രിയുടെ നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റലി ഈ ഒരു നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ. ആ ഒരു കാര്യങ്ങൾ വളരെ ഇറ്റലി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയതാണ്. അതായത് ഇസ്രായേലുമായിട്ടുള്ള കരാറുകൾ മാറ്റുന്നത്. എന്തായാലും തീരുമാനമെടുക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ അവിടെയുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും സുപ്രധാന കരാർ റദ്ദാക്കണമെങ്കിൽ 27 രാജ്യങ്ങളും ഏകകണ്ഠമായിട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്തായാലും ജർമ്മനി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നിടത്തോളം കാലം കരാർ പൂർണ്ണമായിട്ട് റദ്ദാക്കുക എന്നത് നിയമപരമായിട്ട് അസാധ്യമാണ്. എങ്കിലും ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയോ ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ നടപടികളിലേക്ക് യൂറോപ്പ് നീങ്ങിയേക്കാം എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ബ്രസീലിൽ നടക്കുന്ന ചർച്ചകൾ യൂറോപ്പിന്റെ നിലപാട് എങ്ങോട്ടാണെന്ന് വ്യക്തമാക്കും. എന്തായാലും ഈ അമേരിക്കയും ഇസ്രായേലും ആകെ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തി കഴിഞ്ഞ് ഈ കരാർ റദ്ദാക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് കടക്കും, സാമ്പത്തിക ആഘാതം ഉണ്ടാക്കും. അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ ഒരു യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലും യാതൊരു തരത്തിൽ തന്നെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഇറാനെ തകർക്കാനോ ഇറാൻ പിടിച്ചെടുക്കാനോ അവരുടെ മണ്ണ് സ്വന്തമാക്കാനോ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം. എത്ര തന്നെ വന്നാലും ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ സജ്ജമാണ്. ഇറാൻ അങ്ങനെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരണമെന്നുള്ള വലിയ രീതിയിലുള്ള അവർക്ക് വലിയ ഊന്നി അതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അതിന് ഞങ്ങൾ സജ്ജം. കരാറാണെങ്കിൽ കരാർ. പക്ഷെ ആ കരാറിന് മുൻതൂക്കം നൽകുന്നത് എപ്പോഴും അമേരിക്കയാണ്. അമേരിക്കയാണ് എപ്പോഴും കരാർ മുന്നോട്ട് വെക്കുന്നത്. അതിനർത്ഥം അമേരിക്ക പരാജയ ഭീതിയിലാണ്. ഒരിക്കൽ പോലും സമാധാന ചർച്ച വേണം, ഈ ഒരു കരാർ വേണം, ചർച്ചകൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഇറാൻ രംഗത്തെത്തിയിട്ടില്ല. ഇറാൻ ഒരു രാജ്യങ്ങളുടെയും കാല് പിടിച്ചിട്ടില്ല. ഒരു രാജ്യങ്ങളോട് മധ്യസ്ഥത വഹിക്കാൻ പറഞ്ഞിട്ടില്ല. ഇറാന്റെ നിലപാട് കടുത്ത നിലപാടാണ്. അതേതൊക്കെ രാജ്യങ്ങളിൽ ബാധിക്കുമെന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പക്ഷെ അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറുന്നത് വരെ ഇത്തരം ഉപരോധം ഇറാൻ തുടരും. അതിനർത്ഥം എന്ന് പറയുന്നത് ആർക്ക് മുന്നിലും അടിയറവ് പറയാൻ ഇറാൻ തയ്യാറല്ല എന്നതാണ്.